പരിശുദ്ധ ഖുർആന്റെ ഫാത്തിഹ സൂറത്തിലെ മഹത്വവും അർത്ഥമായിട്ട് ചൊന്നുകൊണ്ടുവന്ന ക്ലാസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നു ഇദാ അറദ്ത ഹാജതൻ ഫഖറ ബിഫാത്തിഹത്തിൽ കിതാബി ഹത്താ തഖ്തതിമഹ തുഖ്ള ഇൻഷാ അല്ലാഹ്. ഒരാളുമാത്തു ഏതൊരു സ്വർത്തുകീന ഭർത്താവിടേക്ക് വന്നൊരു ഫാത്തിഹ സൂറത്ത് കറക്റ്റായിട്ട് ഓതിട്ട് പോകണ്ടെങ്കിൽ ആ സ്വറല്ലാഹു പൂർത്തിയാക്കി കൊടുക്കുക ചെന്നിട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതൊരു സ്വർത്ത് കൊടുത്ത ഭർത്തായിട്ട് പോകേക്ക് മുതൽ ഫാത്തിഹ സൂറത്ത് ഓർത്ത ഓതിട്ട് പോകണ്ടാണ് എന്നുണ്ടെങ്കിൽ അല്ലാഹു തആല അതില് ഒരു വിജയം കൊടുക്കുക ചെന്നിട്ടായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലി. ഇന്നിപ്പോ ഏതൊരു കാര്യക്രമാകുമ്പോഴത്തേക്കും ഒരു ഔത്തുൽ മങ്ങിയത്തുക പുതിയാമ്പ വർത്താകുമ്പോഴത്തേക്കും പുതവെണ്ണ് വർത്താകുമ്പോഴത്തേക്കും പ്രത്യേക ഒരു കാര്യക്രമത്തുക്കും ഫാത്തിഹ സൂറത്തും ഇഖ്ലാസും മഹഫിദത്തിനെ ഓതിട്ട് തുടങ്ങണം. എന്തേ കാരണം എന്തേ ആ കാര്യക്രമ സക്സസ് ആവണതിനായിട്ട് അതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നെ അങ്ങനെ ഓതിക്കൊണ്ടുണ്ടായെങ്കിൽ ആ കാര്യം അല്ലാഹു തആല ചന്തത്തിൽ പൂർത്തിയാക്കി തണ്ടാ ചെന്നിട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലി. എന്നിട്ട് മുൻപ് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസ് ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കല് ഒർക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒർക്ക ഉബയ്യ് ഇബ്നു കഅബ് മുട്ട ಬಂತು പള്ളിಗೆ ಬಂದು നോക്കുമ്പോഴത്തേക്ക് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു നോക്കുമ്പോഴത്തേക്ക് പള്ളിയിൽ നിസ്കരിച്ചുകൊണ്ടുണ്ട്. അങ്ങനെ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു. ഉബയ്യ് ഇബ്നു കഅബ് എന്തും ആൻസർ ആക്കില്ല. ഉബയ്യ് ഇബ്നു കഅബ് നിസ്കാരത്തെ കൈയിട്ടിട്ടുണ്ടോ എന്തും തിരിഞ്ഞു മറിഞ്ഞു നോക്കില്ല, എന്തും ആൻസർ ആക്കില്ല. അങ്ങനെ وقال السلام عليك يا رسول الله صلى الله عليه وسلم. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചത് കേട്ടാൽ പിന്നെ ഉബയ്യ് ഇബ്നു കഅബ് എന്താക്കിട്ട് നിസ്കാരത്തെ ദീർഘാക്കരുത്, ഷോർട്ട് കട്ട് ആക്കിയിട്ട് അങ്ങനെ നിസ്കാരം വേഗം നിസ്കരിച്ചിട്ട് എന്നിട്ട് നബി തങ്ങളെ മുഖത്ത് തിരിഞ്ഞെത്തി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നു അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് ചൊല്ലുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം ചൊല്ലുന്നു. അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലിയെടുത്ത് മാ മനഅക അൻ തുജീബനി ഇത് ദഅവതുക. അല്ല ഉബയ്യെ, നിങ്ങളാണ് വിളിച്ചപ്പ നിങ്ങന്റെ നക്ക് ആൻസർ ആക്കില്ല എന്ന് കേട്ടു. നിങ്ങളാണ് വിളിച്ചല്ലേ, നിങ്ങൾ നിസ്കാരത്തിൽ നിൽക്കുമ്പോഴത്തേക്കോ ഞാൻ വിളിച്ചല്ലേ, അപ്പൊ നിങ്ങളുടെ ആൻസർ ആക്കില്ല. അപ്പൊ ഉബയ്യ് ഇബ്നു കഅബ് ഉള്ള പോലെ യാ റസൂലല്ലാഹ് ഇന്നി കുന്തു ഫി സ്വലാ. നബിയെ, ഞാൻ നിസ്കാരത്തിൽ നിന്നല്ലേ നബിയെ, അങ്ങനെ എനിക്ക് ആൻസർ ആക്കുവായിട്ടില്ല ചെന്നിട്ടു ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചൊല്ലുന്നു. അപ്പൊ നബി തങ്ങൾക്ക് എടുത്ത് അല്ല ഉബയ്യെ, നീ ಗೊತ್ತಿല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ ഏത് ടൈമിൽ വേണമെങ്കിൽ അത് നിസ്കാരമോ അല്ലാത്ത സന്ദർഭം അതൊന്നും ഇല്ല, ഏത് ടൈമിലും നിങ്ങളെ നബി തങ്ങൾ മാത്രം വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിക്ക് നിങ്ങൾ ആൻസർ ആക്കണമെന്ന് ചെന്നിട്ടല്ലേ ഖുർആന്റെ പിന്നെ നിയമം അതല്ലേ, ഖുർആന്റെ പടച്ചില ബാണി ചൊന്നല്ലേ ചെന്നിട്ട് കൊന്തില്ലേ ചെന്ന് എടുത്ത്. അപ്പ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ജസ്റ്റ് ഒന്ന് ആലോചനാക്കി ഒക്കു നബിയെ ഒക്കു നിസ്കാരത്ത് കൈയിട്ടിട്ടുണ്ടെങ്കിലും സമ നബി തങ്ങൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആൻസർ ആക്കണം ചോദിച്ചിട്ടായിട്ട് റബ്ബ് ചൊന്നത് നബി എന്നാണ് അങ്ങനെ ആക്കില്ലാവാ, നബി തങ്ങ എപ്പോ വിളിച്ചെങ്കും ഞാൻ ആൻസർ ആക്കടാ ചെന്നിട്ടു ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു വിഷയ കൂടല്ല അതിൽ പിന്നല്ലേ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത് അല്ല ഉബയ്യെ, നാനിക്ക് ഒരു സൂറത്ത് പഠിപ്പാട്ടിക്കണ്ടേ, നാനിക്ക് ഒരു സൂറത്ത് പഠിപ്പാട്ടിക്കണ്ടേ. എങ്ങനത്തെ സൂറത്ത് ഉണ്ടെങ്കിൽ ആ സൂറത്ത് തൗറാത്തിലും ഇല്ല, ഇഞ്ചിലും ഇല്ല, സബൂറിലും ഇല്ല, അതുപോലത്തെ സൂറത്ത് ഖുർആൻ വേറെ ഇല്ല. അങ്ങനത്തെ ഒരു സൂറത്ത് നാനിക്ക് പഠിപ്പാട്ടി തരട്ടാ ചെന്നിട്ടു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു കേട്ടിട്ടാകുമ്പോഴത്തേക്ക് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഭാരി ഖുശിയായി. കാരണം തൗറാത്തിലും ഇഞ്ചിയിലും സബൂറിലും ഇല്ലാത്ത അല്ല ഖുർആനിലും അത്ര പവറുള്ള ഒരു സൂറത്ത് വേറെ ഇല്ല. അങ്ങനത്തെ ഒരു സൂറത്തല്ലേ നബി തങ്ങൾ പഠിപ്പാട്ട് ഭാരി ഖുശിയായി ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അയച്ചു നാം യാ റസൂലല്ലാഹ് നബി എനിക്ക് ചൊല്ലറു ചൊല്ലു. അപ്പ നബി തങ്ങൾ എടുത്ത് നീ നിസ്കാരത്ത് കൈകെട്ടി സാത്ത് എന്തിനാ ഓതി വെച്ചെന്ന് കേട്ടു. ഞാൻ നിസ്കാരത്ത് കൈകെട്ടി സാത്ത് നിങ്ങൾ എന്തിനാ ഓതി വെച്ചെന്ന് കേട്ടു. അപ്പൊ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ചൊല്ലു ഞാൻ ഉമ്മുൽ ഖുർആൻ സൂറത്ത് ഫാത്തിഹ ഓതി ചൊല്ലു, സൂറത്തുൽ ഫാത്തിഹ ഓതിരേണ്ട. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു സൂറത്തുൽ ഫാത്തിഹ ചൊല്ലുന്നുണ്ടെങ്കിൽ സാധാരണ സൂറത്ത് ഒന്നും അല്ല, അത് തൗറാത്തിലും ഇഞ്ചിയിലും സബൂറിലും ഖുർആനിലും
അങ്ങനത്തെ പവർഫുൾ ആയ ഒരു സൂറത്ത് വയറില്ലാതെ വന്നിട്ടായിട്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു ഉള്ള ഒരു 7 ആയത്ത് ആയെങ്കില അതിന്റെ പവർ അതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു ചൊന്നു കൊടുത്തു സംഭവം ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു കിതാബിൽ കൊണ്ടുണ്ട്. അപ്പൊ അത്രയും പവറായ ഫളീലത്തുള്ള മഹത്തുള്ള ഒരു സൂറത്തായിട്ട് സൂറത്തുൽ ഫാത്തിഹ ചെന്നുണ്ടെങ്കിൽ അത് കേരളസ് ആക്കോൺ പോലത്തെ ഒരു സൂറത്തൊന്നും അല്ല. ഞാൻ നോക്കൂ, കൈസർ രാജാവ് ചെന്നുണ്ടെങ്കിൽ അയാൾ യഹൂദിയെ നസ്രാണിയായിട്ടിക്കരു. അങ്ങനെ അയാൾ ചൊല്ലുത്തു, അയാൾ ഒരു കടലാസ് ലെറ്റർ എഴുതരു ആർക്ക് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു ഒരു ലെറ്റർ എഴുതരു. എന്തിനാ ചെന്നുണ്ടെങ്കിൽ അയാൾ ആ ലെറ്ററിൽ ചൊല്ലു, ഇന്നാ നജിദു ഫിൽ ഇൻജീലി മൻ ഖറഅ സൂറത്തൻ ഖാലിയതൻ അൻ സബഅതി ഹുർഫിൻ ഹറമല്ലാഹു ജസ്ദഹു അലന്നാർ. എന്തിനെഴുതിരെ കൊണ്ടുണ്ടാക്കി അല്ല ഉമർ ഖത്താബ്, നാന് ഇഞ്ചിയിൽ നാൻ ഓതിര അയാള് ഈസാ നബിയുടെ കാലത്ത് ആളായിട്ടിക്കരു, എന്നിട്ട് പിന്നെ അയാൾ നസ്രാണിയായിട്ടിക്കരു. ഞാൻ ഇഞ്ചിയിൽ നോക്കുമ്പോ ആ ഇഞ്ചിയിൽ നാൻ ഓതി എന്നൊക്കെ നിനപ്പുണ്ട്. എന്തിനു ചെന്നിട്ടുണ്ടെങ്കിലും ഒരാള് മാത്രം 7 ഹർഫില്ലാത്ത ഒരു സൂറത്ത് മാത്രം ഓതിയുണ്ടായെങ്കിലും കറക്റ്റ് അർത്ഥാക്കണോ. എന്തിനില്ല 7 ഹർഫില്ലാത്ത ഒരു സൂറത്ത് മാത്രം ഓതിയുണ്ടായെങ്കിലും അള്ളാഹു അവന്റെ തടിരെ നരകത്തെ ഹറാമാക്കടാ ചെന്നിട്ടു ഞാൻ ഇഞ്ചിയിൽ ഞാൻ ഓതിര ഓതി നിനപ്പുണ്ടു. എന്നിട്ടായെങ്കിൽ ഈ ക്വസ്റ്റ്യൻ അതല്ല, ചൊല്ല് തൊലബനഹ തൗറാത്തി വസ്സബൂരി, ഇന്ത്യയിൽ ഇങ്ങനെ ഓതിയത് കൊണ്ടുണ്ട് ഏത് സൂറത്ത് നിനക്കൊന്നില്ല. അങ്ങനെ ഞാൻ എന്താക്കിയ അയച്ചോണ്ട് മൂസാ നബി അലൈഹി ഇസ്ലാം കൊടുത്ത് സബൂർ എടുത്ത് നാ നോക്കിയ മൂസാ നബി സബൂർ കൊടുത്തിട്ട് നന്റെ ബാക്കിൽ ഉള്ളാറുണ്ടായിത്തപ്പം. അപ്പൊ ദാവൂദ് നബി അലൈഹി ഇസ്ലാം കൊടുത്ത് സബൂർ എടുത്ത് നോക്കിയിട്ടാകുമ്പോ ആ സൂറത്തിനെ കണ്ടേയില്ല. അത് ഏത് സൂറത്ത് ചെന്നാണ് ഫൈൻഡ് ഔട്ട് ആക്കുമ്പോഴത്തേക്കു നക്കത് കണ്ടില്ല. എന്നിട്ട് മാത്രമല്ല, എന്നിട്ട് നാന് തൗറാത്ത് എടുത്തു നോക്കിയ മൂസാ നബി അലൈഹി ഇസ്ലാം എടുത്തു ആ സൂറത്ത് മാത്രം ഉണ്ടാ ചെന്നിട്ടു 7 ഹർഫില്ലാത്ത സൂറത്ത്. അത് നാന് തൗറാത്ത് എടുത്തു നോക്കുമ്പോ അതൊന്നും കണ്ടില്ല. എന്നിട്ടാ ഈ ഉമർ ഖത്താബ് ഇതെന്തിനെ വന്നുണ്ടാ ഉമർ ഖത്താബ്, നിങ്ങൾക്കടുത്ത് ഗ്രന്ഥം ഉണ്ടല്ലേ ഖുർആൻ, ആ ഖുർആനിൽ മാത്രം ആ സൂറത്തുണ്ടാ ചെന്നിട്ടൊന്നു ഫൈൻഡ് ഔട്ട് ആക്കി നക്ക് ചൊല്ലോറോ ചെന്നിട്ടു അതിനെ സെർച്ച് ആക്കിയിട്ട് നക്ക് നിങ്ങൾ ചൊല്ലോറോ ചെന്നിട്ടു കൈസർ രാജാവ് ഒരു ലെറ്റർ എഴുതേ നേരത്തെ ഒരു സൂറത്ത്. ആ സൂറത്തിൽ എന്തിനില്ല 7 ഹർഫില്ല, ഒന്നല്ല 7 ഹർഫില്ല. ആ 7 ഹർഫില്ലാത്ത സൂറത്ത് മാത്രം ഓതിയുണ്ടായെങ്കിൽ അവന്റെ തടിയിലെ അള്ളാഹു നരകത്തെ ഹറാമാക്കടാ ചെന്നിട്ടായിട്ട് അതിലുള്ള ഏത് ഇഞ്ചിലുള്ള ആ സൂറത്തിൽ എന്താക്കണം ഫൈൻഡ് ഔട്ട് ആക്കിട്ട് സബൂറിൽ നോക്കൂ, സബൂറിൽ കണ്ടില്ല, തൗറാത്തിൽ നോക്കൂ, അതിലും കണ്ടില്ല. അങ്ങനെ ഈ ചൊല്ലെ ഉമർ ഖത്താബ് ഇട്ടിക ഇങ്ങനെ ഖുർആാനിലുണ്ടല്ലേ ആ ഖുർആാനിലുണ്ടാ ചെന്നിട്ട് നിങ്ങൾ നോക്കൂ. ഉമർ ഖത്താബ് ഈ ലെറ്റർ കിട്ടിയിട്ടാകുമ്പോ ഉറക്കത്തില് ഏത് ഭാവം 7 ഹർഫില്ലാത്ത ഇപ്പൊ സാധാരണ ഇപ്പൊ കിസ്സാക്കടെ നോക്കിയല്ലേ, കിസ്സാക്കട സഡന്റെ കേൾക്കുമ്പോ അത് ആൻസർ ആക്കൊണ്ടൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഉമർ ഖത്താബ് അത് അർത്ഥമില്ല. ഏത് ഭാവാണ്ട് ഇങ്ങനെ ചുമ്മാ ആലോചനാക്കി. അങ്ങനെ ഉമർ ഖത്താബ് സ്വഹാബത്തിനെ ഒട്ടി കൂടിയിട്ട് സ്വഹാബത്തിനെ വിളിച്ചു കൂടി ചൊന്നു, അല്ല സ്വഹാബത്തെ കൈസർ രാജാവ് ഇങ്ങനത്തെ ഒരു ലെറ്റർ കടത്തിര് അപ്പ അത് ഏത് സൂറത്ത് ചൊന്നിങ്ങ ഗൊന്തുണ്ടാ ചെന്നിട്ടു ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു കൂടെയുള്ള സ്വഹാബത്തിനെ ടിക്കെടുത്തു. അപ്പ അതിനെ കൂട്ടത്തിൽ ഖുർആനിലെ ഏറ്റവും വിദഗ്ധനായ ആളായിട്ട് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. അപ്പൊ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ചൊല്ലുന്നു തിൽക സൂറത്തുൽ ഹംദ്. അല്ല ഉമർ ഖത്താബ്, അത് സൂറത്തുൽ ഹംദ് അല്ലേ, സൂറത്തുൽ ഫാത്തിഹ അല്ലേ ചൊല്ലിക്കെടുത്തു, അത് സൂറത്തുൽ ഫാത്തിഹ അല്ലേ ചൊല്ലിക്കെടുത്തു. അപ്പ ഉമർ ഖത്താബ് നോക്കിയിട്ട് ഏത് ആ 7 ഹർഫ് ഏത് 7 ഹർഫ്, ഒന്ന് സാ, പിന്നൊന്ന് ഹാ, പിന്നൊന്നു സാ, പിന്നൊന്നു ഖാ, പിന്നൊന്നു ഷീന്, പിന്നൊന്നു ലാത്ത്, പിന്നെ ലാ, പിന്നൊന്നു ഫാ. അപ്പ ഒന്നു സാ, ജീമു, ഖാ, സാ, ഷീൻ, ലാ, ഫാ, ഈ 7 ഹർഫ്. അപ്പൊ ഉമർ ഖത്താബ് നോക്കിയിട്ട് 7 ഹർഫ് ഈ ഫാത്തിഹ സൂറത്തിൽ ഉണ്ടാക്കുന്നു നോക്കുമ്പോ ഇല്ല കറക്റ്റ്. അപ്പൊ എന്തുണ്ടായെങ്കിൽ ഈ സൂറത്തായിട്ട് ചെന്നിട്ടു ഉമർ ഖത്താബ് വേഗ ലെറ്റർ കൈസർ രാജാവ് ലിറ്ററിന് എഴുതിട്ട്. അപ്പ കൈസർ രാജാവ് ഈ ലെറ്റർ കിട്ടലോട് കൂടെ
കൈസർ രാജാവ് എന്താക്കി തോന്നിട്ടാ ഭയങ്കര കുസിയായിട്ട് അപ്പൊ കിട്ടിത്തല്ലേ കിട്ടിട്ടാമത്തുക ഇസ്ലാം അപ്പമേ കൈസർ രാജാവ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് ഷഹാദത്ത് കലിമ അപ്പമേ ചൊന്ന മാത്രമല്ല ലാസ്റ്റ് ഇസ്ലാം ധർമ്മ സ്വീകാരാക്കി ചൊന്നിട്ടായിട്ട് ചരിത്ര വെളിപ്പാട്ടില് അപ്പൊ എന്ത് കാരണം എന്തേ സൂറത്ത് ഫാത്തിഹത്തുള്ള പവർ അതായിട്ട് ഫാത്തിഹ സൂറത്തിൽ എന്തിനില്ല അത്രത്തോളം ഞങ്ങൾ അർത്ഥാക്കിട്ടിക്കുവാമ ഏഴ് ഹർഫ് ഫാത്തിഹ സൂറത്തിലില്ല ഏതല്ല ഒന്ന് സാ ഉണ്ട് സാ ഉണ്ടാ ഞങ്ങൾ ഇത്ര വർഷമായിട്ടില്ല ഓതോ തുടങ്ങിയിട്ട് സാ കണ്ടിട്ടിക്കുവാമ സാ ഇല്ല ജീമില്ല ഫാത്തിഹ സൂറത്തില് പിന്നെ ഹാ ഇല്ല ഉണ്ട മൊത്തം ഞങ്ങ ഓതുമ്പോ ഹാ ഒഴിക്കൂ ഷീൻ ഒഴിക്കൂ ഖുർആൻ എടുത്തു വെക്കണ്ടായിരിക്കല്ല അത് വേറെ വിഷയ അപ്പ സാ ഇല്ല ജീമില്ല ഹാ ഇല്ല സാ ഇല്ല ഷീനില്ല ലാ ഇല്ല ഫാ ഇല്ല ഈ 7 ഹർഫ് ഫാത്തിഹ സൂറത്തിലില്ല ഷബീറക്ക മാത്രം കിട്ടില്ല അപ്പൊ 7 ഹർഫ് എന്തിനില്ല ഫാത്തിഹ സൂറത്തിലില്ല അപ്പൊ എന്ത് വന്നുണ്ട് ഈ 7 ഹർഫ് ഇല്ലാണ്ടിക്കൊണ്ട് ഒരു കാരണമുണ്ട് ഇമാമിങ് ചൊല്ലാറ് ഈ 7 ഹർഫ് ഉണ്ടല്ലേ നരകത്തെ അദാബിടെ ഒരു ഷോർട്ട് ഫോം ആയിട്ട് 7 ഹർഫ് നരകത്തെ അദാബിടെ ഷോർട്ട് ഫോം ആയിട്ട് 7 ഹർഫ് നരകത്തെ അദാബിടെ ഷോർട്ട് ഫോം ചൊല്ലുന്നുണ്ടെങ്കിൽ ഉദാഹരണക്ക് സാ ചൊല്ലുന്നുണ്ടെങ്കിൽ ഖുർആനിൽ ചൊല്ല ഒരു പലക്കുണ്ട് ലാ തദ്ഉൽ യൗമ സുബൂറൻ വാഹിദ വദ്ഉ സുബൂറൻ കസീറ നരകത്തിൽ പോയ ആൾമാർ അങ്ങനത്തെ ചൊല്ലുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പൊബ്ബിട്ടാണ് അപ്പൊ അള്ളാഹു ചൊല്ല സുബൂറൻ വാഹിദ നിങ്ങൾ ഒരു പൊബ്ബല്ല എത്ര പൊബ്ബിട്ടെങ്കിൽ നിങ്ങളെ പുറത്താക്കില്ല ചെന്നിട്ട് ഇങ്ങനെ ചൊല്ലുടെ പലക്കുണ്ട് നരകത്തെ ആൾമാരിട്ട് പടച്ചിറപ്പടെ താക്കിയിട്ടുള്ള 7 ഹർഫ് ആയിട്ടിക്കര് അതിൽ ഷോർട്ട് ഫോം ആയിട്ടിക്കര് ഈ 7 ഹർഫ് നരകത്തിലും പടച്ചിറപ്പോ അങ്ങനെ താക്കീത്താക്കടെ നിങ്ങൾ അങ്ങനെ ആക്കില്ല ഇങ്ങനെ ആക്കില്ലേ ചെന്നിട്ടു പടച്ചിറപ്പ് അങ്ങനെ എന്താക്കടെ ചെന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ താക്കീത്താക്കടെ 7 പദമായിട്ടിക്കര് അതിൽ ഷോർട്ട് ഫോം ആയിട്ടിക്കര് ഈ 7 പദം അപ്പൊ ആ കാരണത്തില ഫാത്തിഹ സൂറത്തില് അങ്ങനത്തെ ഹർഫില്ല ചെന്നിട്ടായിട്ടിക്കര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിപാടിക്ക് മാത്രമല്ല ഈ 7 ഹർഫില്ലാത്ത സൂറത്ത് മാത്രത്ത നല്ല നീയത്തോടു കൂടെ ഓതിയുണ്ടായെങ്കിൽ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി ചൊല്ലു അങ്ങനെ ഓതിയുണ്ടായെങ്കിൽ സ്വാറ ആമിനൻ മിന തറക്കാത്ത് സബീ ഫി ജഹന്നം ജഹന്നമുടെ 7 പരിസ്ഥിതി അവനക്ക് എത്തലാ ചെന്നിട്ടായിട്ടിക്കര് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി ചൊല്ലു എപ്പോഴും ഫാത്തിഹ സൂറത്ത് ഓർത്ത് ആദത്താക്കിയാണ് ഫാത്തിഹ സൂറത്തിൽ 7 ഹർഫില്ലാത്ത ഈ ഫാത്തിഹ സൂറത്ത് മാത്രം ആദത്താക്കിയുണ്ടായെങ്കിൽ ഈ നരകത്തെ ആൾമാർക്കുള്ള 7 പരിസ്ഥിതി ശോചനീയമായ പരിസ്ഥിതി ആയിട്ടിക്കര് ആ പരിസ്ഥിതി അവന് കിട്ടല എത്തലായിട്ടിക്കര് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസ് പഠിച്ച പണ്ഡിതന്മാർ അങ്ങനെ കിതാബിൽ രേഖപ്പെടുത്തി വെക്കാറാണ് ഇനി മാത്രല്ല ഈ ഫാത്തിഹ സൂറത്തുക്ക് 10-12 പേരുണ്ട് ഒരു പേരല്ല എത്ര ഞങ്ങൾ ഫാത്തിഹ സൂറത്തിന് മാത്രം കേട്ടു 12 നമുക്ക് പേരായിട്ടിക്കര് ഫാത്തിഹ സൂറത്തുകളില് ഇൻഷാ അല്ലാഹ് അതിനാണ് നാളെ ചൊല്ലുക അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ ഖുർആന്റെ ഫളീലത്ത് അർത്ഥാക്കിയിട്ട് പടച്ചിറപ്പുഴ ഞങ്ങൾ മനസ്സിലാക്കുന്നത് അള്ളാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ അള്ളാഹുവെ എല്ലാ നാളും ഫാത്തിഹ സൂറത്തിനങ്ങ നിസ്കാരത്തിലും ഓതുക അല്ലാത്ത സന്ദർഭത്തിലും ഓതുക പടച്ചിറപ്പെ അതിനെ ബർക്കത്ത് കൊണ്ടിട്ടു അള്ളാഹുവെ നരകത്തെ ആൾമാർക്കുള്ള 7 പരിസ്ഥിതി അത് തൊട്ട് നീ ഞങ്ങൾ എല്ലാവരെയും നീ കാക്കുന്ന റഹ്മാനെ ഞങ്ങൾ മരണപ്പെട്ടു പോയ ഉമ്മ ബാപ്പന്മാരിക്കുവാറ് കൂട്ടുകുടുംബത്തെ നീക്കുവാറ് എല്ലാരെയും പടച്ചിറപ്പ് അങ്ങനത്തെ ഒരു അദാബിനെ തൊട്ട് നീ കാത്തു സലാമത്താക്കി ഈ പരിശുദ്ധമായ റമളാൻ തിങ്കളെ നാല് ആഖിറത്തില് ഞാൻ ഗുണമായിട്ട് സാക്ഷിനിക്കരെ തിങ്കളാക്കുന്ന റഹ്മാനെ നിന്റെ പരിശുദ്ധമായ ഖുർആന്റെ സദസ്സ് ചർച്ചാക്കടെ അല്ലെണ്ടെങ്കിൽ ആ ഖുർആന്റെ പഠിക്കര ഈ ഒരു മജ്‌ലിസിനെ ബർക്കത്ത് കൊണ്ട് പടച്ചിറപ്പ് എല്ലാ സമസ്യക്കും നീ പരിഹാരം തരണം റഹ്മാനെ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ